ഹായ്, ഇന്നെനിക്കിവിടെ കുറച്ച് റംബുട്ടാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് ഐശ്വര്യ എനിക്ക് ഇന്നലെ കൊണ്ട് തന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഒരു അച്ചാറുണ്ടാക്കാനാണ് പോകുന്നത്. കുറച്ചേറെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് കഴിച്ചു. അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ വിചാരിച്ചു ഒരു അച്ചാറുണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, താങ്ക്സ് ഐശ്വര്യ. അപ്പോൾ നമ്മൾ ഇത്രയും റംബുട്ടാനിൽ നിന്ന് ഞാൻ കുറച്ച് അത്യാവശ്യത്തിനുള്ളത് എടുത്ത് ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തോടൊന്ന് കളഞ്ഞാൽ മതി. ഇതേപോലെ വെറുതെ ഒന്ന് പോറി കൊടുത്താൽ മതി. ആ തോടിൽ മാത്രം നമ്മുടെ റംബുട്ടാനിൽ കത്തി കൊള്ളാതെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്കതെല്ലാം തോടിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് തോട് കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് പഴുത്തതാണ്, ഇതിന് നല്ല മധുരവുമുണ്ട്, ചെറിയ പുളിയുമുണ്ട്. അപ്പോൾ അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് എല്ലാവരുടെയും വീടുകളിൽ ഇതുണ്ടായിരിക്കും. ഇവിടെ എനിക്ക് തൈയൊക്കെ പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ, കായൊന്നും ആയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അച്ചാർ ഞാൻ മുമ്പ് ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി എനിക്ക്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ഇതൊന്ന് കഴുകിയും കൂടെ ഞാൻ എടുത്തു. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പുരട്ടി വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു 2-2.5 സ്പൂണ് ഇട്ടിട്ടുണ്ട് ഉപ്പിയുടെ. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൽ പുരട്ടി കൊടുക്കാം. പിന്നീട് നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യം തോന്നിയാൽ നമുക്ക് വീണ്ടും അത് ചേർക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി, ഒരു 20 അല്ലിയുണ്ട് ഇത്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, 2-3 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കടുക്, വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും ഉപയോഗിക്കാം, അതായത് നല്ലെണ്ണ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുളക്, ഉലുവപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായം, ഇത്രയുമാണ് ഇനിയും വേണ്ടത് നമുക്ക്. ഇപ്പോൾ നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 3 സ്പൂണാണ്, ഈ വലിയ സ്പൂണിന് 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അത് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഈ ഒരു ടീസ്പൂണിനാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക്, നമ്മൾ വറവിനിടുന്ന വറ്റൽമുളക്, ഒരു 4-5 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇടാം. ഇത് മുളക് ചേർത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കിടാം. അപ്പോൾ നമുക്ക് ഇനി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കാം. പച്ചമുളകും, ഇഞ്ചി, കറിവേപ്പിലയും. അപ്പോൾ ഇതിനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നല്ലെണ്ണ കുറേ ദിവസങ്ങളിലേക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഉപയോഗിച്ചാൽ മതി. ഇല്ല, നല്ലെണ്ണ തന്നെ വേണം എന്നുള്ളവർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, കാരണം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് തീരുമല്ലോ, അതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനിയും നമ്മൾ പൊടികൾ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തീ ഒന്ന് കുറച്ച് വയ്ക്കണം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതിലേക്ക് ഇനി നമുക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇടുകയാണ് ഞാൻ. അതും ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കായപ്പൊടി ഇടാം. കായം ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കായത്തിൻ്റെ കട്ടയുണ്ടെങ്കിൽ അത് നമുക്ക് ചാലിച്ച് വെള്ളത്തിൽ കലക്കി അത് വേണമെങ്കിലും ചേർക്കാം. ഇത് ഇപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം നമ്മുടെ വറവിലേക്ക്. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. എല്ലാം നമുക്കൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ
എപ്പോഴും നമ്മൾ മുളക് പൊടി ലാസ്റ്റിലേ ചേർക്കാവൂ. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പം ഇത് ഒരു 3-3.5 ടീസ്പൂണുണ്ട്. എരിയുള്ള മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം ഞാൻ പച്ചമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്, അതിന് നല്ല എരിയുള്ളതാണ്. പിന്നെ ഇനിയും എരി കൂടുതൽ വേണ്ടവർക്ക് നമ്മുടെ എരിയുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. കാശ്മീരി പൗഡർ ചേർത്താലുള്ള ഗുണം നമ്മുടെ അച്ചാറിന് നല്ല കളർ കിട്ടും, നല്ല കൊഴുപ്പും കിട്ടും. അത്യാവശ്യം ഗ്രേവി ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ല ഗ്രേവി ഉണ്ടാകും. ഇനി ഞാൻ ആ പൊടികളെല്ലാം വറുത്തതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അല്പം വിനീഗർ ഒഴിച്ച് കൊടുക്കാം. അത് ഒരു 2-3 ടീസ്പൂൺ ഉണ്ടാകും. ആവശ്യാനുസരണം ചേർക്കാം നമുക്ക് ഉപ്പും വിനീഗറും ഒക്കെ. ഇനി നമ്മുടെ റംബുട്ടാൻ നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചതാണ്. ഇപ്പോൾ കുറച്ച് ജ്യൂസൊക്കെ അതിൽ നിന്നും വാർന്നു വന്നിട്ടുണ്ട്, ഉപ്പും ഒക്കെ കൂടി. അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഇത്തിരി ഗ്രേവിയൊക്കെ ഉള്ളതല്ലേ നല്ലത്. അപ്പോൾ ചില അച്ചാറുകൾക്ക് ഇത്തിരി ഇത് വേണം. ഞാനതുകൊണ്ട് ഇത് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ്, തിളപ്പിച്ച് തണുപ്പിച്ച് എടുത്ത വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം കുറച്ച് ചേർത്തു. കാരണം ഇത് വലിയ പീസുകളല്ലേ, അപ്പോൾ അതിലിത്തിരി വെള്ളമൊക്കെ ഇല്ലെങ്കിൽ അതല്ലേ അതിൻ്റെ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലൊരു ഗ്രേവി ആക്കി എടുത്തു. ഇനി നമ്മുടെ റംബുട്ടാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ, എന്ത് രസമാണല്ലേ കാണാൻ, നല്ല വെള്ള കളറും റെഡ് കളറും കൂടെ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇട്ട് വേവിക്കണ്ട, നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇപ്പം മണം വന്നിട്ട് തന്നെ എല്ലാം നല്ലതായിട്ട് ചേർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ എത്ര നല്ലതാ ഗ്രേവിയോട് കൂടി എടുത്തിരിക്കുന്ന അച്ചാർ കണ്ടില്ലേ, എന്ത് രസമാണ് കാണാനല്ലേ. കാണുമ്പം തന്നെ കൂട്ടാൻ തോന്നുന്നുണ്ട്, നല്ല ഗ്രേവിയോട് കൂടി. അതാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടാണ് ഇത്രയും കൊഴുപ്പും ഇത്രയും കളറും കിട്ടിയത് നമുക്ക്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഉണ്ട്. ഉപ്പ്, എരി, പുളി, മധുരം. ഒന്നും കൂടി നോക്കട്ടെ. നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് വീട്ടിലുള്ള എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നത് ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൊള്ളായിരിക്കും. കാരണം കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അച്ചാർ വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ മക്കൾക്ക് മധുരമുള്ള അച്ചാർ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിനിയിപ്പം ഇത് തീർന്നാൽ വീണ്ടും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.